ഹലോ, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൊന്നു അമ്മാമ്മയെ വീഡിയോ കോളിൽ വിളിക്കുന്നതും പിന്നീട് നേരിട്ട് പോയി കാണുന്നതും പിന്നെ ഇന്നത്തെ പ്രമോയെ പറ്റിയുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പൊന്നു വാശി പിടിക്കുന്നുണ്ട്, എനിക്ക് അമ്മാമ്മയെ ഇപ്പോൾ കാണണം. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്താ മോൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഒരു ദിവസം മോളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നതല്ലേ? നിന്നോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞതുകൊണ്ട് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയും പൊന്നു പറയുന്നുണ്ട്, നിങ്ങൾ അമ്മാമ്മയെ കണ്ടു എന്ന് പറയുന്നത് കള്ളത്രമാണ്, നിങ്ങൾ എന്നെ പറ്റിക്കുകയാണ്. അമ്മാമ്മയെ കണ്ടില്ലെങ്കിൽ എനിക്ക് വീഡിയോ കോളിൽ വിളിച്ചെങ്കിലും താ മോളെ. അതിന് അവിടെ മേരിയമ്മയുടെ കയ്യിൽ ഒരു ചെറിയ ഫോണാണ് ഉള്ളത്, അതിൽ വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട്, മേരി അമ്മ എന്നാണോ അമ്മാമ്മയുടെ പേര്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അമ്മാമ്മയെ നോക്കുന്ന മറ്റൊരു അമ്മയുടെ പേരാണ് മേരിയമ്മ എന്ന്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, ഞാൻ സക്കീർ ബായ് അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സക്കീർ ബായിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് നമ്മുടെ സക്കീർ ബായ്. അപ്പോൾ എന്നിട്ട് ജാനകി സക്കീർ ബായിനോട് പറയുന്നുണ്ട്, പൊന്നു അമ്മയെ കാണാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട്, ഒന്ന് ഫോണ് അവരുടെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സക്കീർ ബായ് മേരി അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. മേരി അമ്മ ജാനകിയുടെ അമ്മക്ക് വീഡിയോ കോളിൽ ജാനകിയെയും പൊന്നുവിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ജാനകിയുടെ അമ്മ അവരെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഫോണിൽ. ജാനകി പറയുന്നുണ്ട്, മോളെ ഇതേ നോക്കിക്കേ അമ്മാമ്മ. എന്നിട്ട് ജാനകി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇതാ എൻ്റെ മോള്. എന്നിട്ട് പൊന്നുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ അമ്മാമ്മയെ കണ്ടില്ലേ, അമ്മാമ്മയെ എന്ന് വിളിക്ക്. എന്നിട്ട് പൊന്നു അമ്മാമ്മയെ വിളിക്കുന്നുണ്ട്, അമ്മാമ്മയ്ക്ക് സുഖമാണോ? അമ്മാമ്മ എന്താ പൊന്നുവിനോട് മിണ്ടാത്തത്? അമ്മാമ്മയെ കാണാൻ പൊന്നു ഉടനെ വരാം, അമ്മ പൊന്നുവിനെയും കൊണ്ട് വരുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പൊന്നു അമ്മാമ്മയ്ക്ക് വേണ്ടി എന്നും ദേവിയോട് പ്രാർത്ഥിക്കാം, പൊന്നു പ്രാർത്ഥിച്ചാൽ ദേവി കേൾക്കും എന്നാ തിരുമേനി പറഞ്ഞത്. അപ്പോഴേക്കും എന്തോ ഒരു ചെറിയ മാറ്റം അമ്മാമ്മയുടെ മുഖത്തും ഉണ്ട്. എന്നിട്ട് ജാനകി അവയോട് പറയുന്നുണ്ട്, ഇതേ അബിയേട്ട, അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഏതായാലും മരവിച്ച പോലെ നിന്നിരുന്ന അമ്മയുടെ കണ്ണുകളിൽ ചെറിയൊരു ചലനം പൊന്നുമോളുടെ പുന്നാര വർത്തമാനം കേട്ടിട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. എന്നിട്ട് ജാനകി പൊന്നുവിനോട് പറയുന്നുണ്ട്, അമ്മാമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുമോളെ. അങ്ങനെ പൊന്നു എന്താണ് അമ്മാമ്മയ്ക്ക് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് ജാനകിയും അബിയും പൊന്നുവും കൂടി അമ്മാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അമ്മാമ്മയെ നേരിൽ കാണണമെന്ന പൊന്നുവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മാമ്മയെ കണ്ടതും പൊന്നു അമ്മാമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മാമ്മയുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ടാകുന്നുണ്ട് പൊന്നുവിനെ കണ്ടപ്പോൾ. എന്നിട്ട് പൊന്നു പറയുന്നുണ്ട്, അമ്മാമ്മയുടെ കൊച്ചുമോളാണ് ഞാൻ, അമ്മാമ്മ പൊന്നുവിനോട് മിണ്ടില്ലേ, പൊന്നുവിനെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു റെസ്പോൺസ് ജാനകിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പൊന്നുവിൻ്റെ മുഖമൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഏതായാലും പൊന്നുവിന് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മാമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ ജാനകി അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ മോള അമ്മയെ കാണാനാ പൊന്നു വന്നത്, പൊന്നു എന്നൊന്ന് വിളിക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊന്നു പറയുന്നുണ്ട്, അമ്മ പൊന്നുവിനോട് മിണ്ടും, അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അല്ലേ അമ്മമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് ജാനകിയുടെ അമ്മയോട്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും അമ്മയുടെ മുഖത്തുള്ള ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ അബിക്കും ജാനകിക്കും സന്തോഷമാകുന്നുണ്ട്. പിന്നെ പൊന്നു അമ്മാമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അബി ജാനകിയോട് പറയുന്നുണ്ട്, അമ്മ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ്, അമ്മയെ തിരിച്ചു കൊണ്ടുവരണം, അത് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വീട് വിട്ട് ജാനകി എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ആലോചിച്ച് നമുക്കൊരു മറുപടി കണ്ടെത്താം. പിന്നെ കാണിക്കുന്നത് അപർണയെയും നിരഞ്ജനയെയുമാണ്. അപർണ നിരഞ്ജനയോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നിരഞ്ജനയോട് ജാനകി ഒന്നും പറയാത്തതാണ്, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ നിരഞ്ജന ഒളിപ്പിക്കുന്നുണ്ട്, അതല്ലേ സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് തമ്പിയെയും പ്രഭാവതിയെയുമാണ്. തമ്പി പ്രഭാവതിയോട് പറയുന്നുണ്ട്, തമ്പിയുടെ മോൾക്ക് കണ്ടവൻ്റെ വീട്ടിൽ കുടികിടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നത്? അപ്പോൾ തമ്പി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അബിയെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയണം, വീട് വിട്ടെഴുതി തരാൻ തയ്യാറല്ലെങ്കിൽ സൂര്യനാരായണൻ്റെ ഭാര്യ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോകുമെന്ന് പറയണം. അത് കേട്ട് പ്രഭാവതി ദേഷ്യത്തോടെ തമ്പിയെ നോക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് പ്രൊമോ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.